ശബരിമല സ്വർണ്ണക്കൊള്ളയില് 4-ാം പ്രതി ജയശ്രീയുടെ ജാമ്യം ഹൈക്കോടതി നിരസിച്ചു. ജയശ്രീ ദേവസ്വം ബോർഡ് സെക്രട്ടറി, അതേ സമയത്ത് റിട്ടയർ ചെയ്യുന്ന സമയമായപ്പം അവർ ദേവസ്വം ബോർഡ് കമ്മീഷണറുമായി പ്രൊമോഷൻ കിട്ടി. അവർ 2020 മെയ്യിൽ അവർ വിരമിച്ചു. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്നു. എന്തായാലും 2020 അവർ വിരമിച്ചു. അതിനുശേഷമാണ് ഈ കേസ് വരുന്നത്. അവർ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും അവർക്കുണ്ട്. അവർ സിക്കാണ്. അവർക്ക് വൃക്കയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലായിരുന്നു അവർ ജാമ്യത്തിന് പോയത്. ജസ്റ്റിസ് ബദറുദ്ദീൻ അവരുടെ ഈ സിക്നെസ് കണ്ട് അവർക്ക് അവരുടെ അറസ്റ്റ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. എങ്കിലും അവരിപ്പോഴും സിമ്പതി അറിയിക്കുന്ന, ആരോഗ്യപരമായ കാര്യത്തിൽ സിമ്പതി അറിയിക്കുന്ന ഒരു ലേഡിയാണ്. കാരണം അവർക്ക് വൃക്കകളെ ഒക്കെ എന്തോ ഒരു ഓപ്പറേഷനോ ഒരു തകരാറ് വന്നിട്ട് അവർ ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്. അത് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ അത് സ്റ്റേ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അത് സ്റ്റേ റിലീസ് ചെയ്തു. ഇപ്പോൾ അത് അവരെ അവിടെ ശബരിമല SIT ടീമിനെ അറസ്റ്റ് ചെയ്യാം. കഴിവുള്ളത്തോളം അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ആയിട്ടുള്ള അന്വേഷണം പൂർത്തീകരിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവരെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. അതോടൊപ്പം തന്നെ കോടതിയിൽ അവർ ജാമ്യത്തിൽ പോകുന്നതിന് പോലീസ് അല്ലെങ്കിൽ SIT തടസ്സം നിൽക്കരുത്. കാരണം അവരൊരു ലേഡിയാണ്, റിട്ടയർ ചെയ്ത സ്ത്രീയാണ്. രണ്ടാമത് അവർക്ക് നല്ല രോഗം ഉള്ള ഒരു സ്ത്രീയാണ്. അത് പരിഗണിച്ചിട്ട് അവർ ജാമ്യത്തിൽ പോട്ടെ എന്ന് വേണം SIT കരുതാനും. ഹൈക്കോടതിയിൽ ജാമ്യം കൊടുക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല അവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിക്കുമ്പോൾ. എന്തായാലും അതിനുശേഷം ഇപ്പം 8-ാം തീയതി ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിൻ്റെ ജാമ്യം പരിഗണിക്കുകയാണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം പത്മകുമാറിനെതിരെ 2ാമത്തെ ഒരു FIR പ്രതിയാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് ഇതുവരെ ആദ്യം 1 മാസവും പിന്നീട് 2 ആഴ്ച, അങ്ങനെ 6 ആഴ്ചയോളം ഹൈക്കോടതി അന്വേഷണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് SIT ടീമിന് അനുവാദം കൊടുത്തിരുന്നു. പക്ഷേ 6 ആഴ്ചക്കകത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അത് ഹൈക്കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ഹൈക്കോടതി ഇപ്പം 4 ആഴ്ച കൂടി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയായാലും ശരി, മൊത്തം ഒരു 10 ആഴ്ചത്തോളം അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ എങ്ങനെയായാലും 60-70 ദിവസമാകും. എനിക്ക് തോന്നുന്നത് 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കാനുള്ള, ഏതെങ്കിലും ഒരു കേസിനകത്ത്, ഈ പ്രതികളെ ആദ്യത്തെ കേസിനകത്ത് ചാർജ് ഷീറ്റ് കൊടുക്കാനുള്ള ശ്രമമാണ് SIT നടത്തുന്നതെന്ന് ഞാൻ കരുതുന്നു. കാരണം 90 ദിവസം ചാർജ് ഷീറ്റ് കൊടുത്താൽ തീർച്ചയായിട്ടും അവർ ജാമ്യത്തിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ട്രയലിൽ ഇട്ടുകൊണ്ട് തന്നെ ആ കേസിൻ്റെ ട്രയൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബോർഡിൻ്റെ കൂട്ടുത്തരവാദിത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും താൻ ചെയ്തത് എന്ന് പ്രതിയായ പത്മകുമാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. 2 പ്രാവശ്യം അദ്ദേഹത്തിനെ കസ്റ്റഡി വാങ്ങിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് അത് തന്നെയാണ്. താൻ മാത്രമല്ല ഇത് ചെയ്തത്, ബോർഡിന് കൂട്ടുത്തരവാദിത്വമുണ്ട്. ബോർഡിലെ അംഗങ്ങൾ എല്ലാവരും പ്രതിയാവും. അതോടെ സമയത്ത് ബോർഡിനെ നിയമിച്ച ആൾക്കാരും ഇതിൻ്റെ പരിധി വരുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മൊഴി. അതുകൊണ്ട് അദ്ദേഹത്തിനെ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് ശരിയല്ല. എല്ലാവരും കൂടിയുള്ള ഒരു ജോയിൻ്റ് എഫർട്ടായിരുന്നു ഈ സ്വർണ്ണക്കൊള്ള എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നത്. അത് 2 പ്രാവശ്യം അദ്ദേഹത്തിനെ കസ്റ്റഡി വാങ്ങിച്ച് ചോദ്യം ചെയ്തപ്പോഴും അന്വേഷണ സംഘത്തോട് ഈ കുറ്റസമ്മതം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് ഈ കേസിനകത്ത് ഇനി ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പറും അല്ലാത്ത അതിൻ്റെ മുകളിലുള്ള ആരൊക്കെയാണോ അവരിലേക്ക് അന്വേഷണം നീളും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരിലേക്ക് അന്വേഷണം നീങ്ങുന്നതിന് ഹൈക്കോടതി അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് SITക്ക് ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു ഹൈക്കോടതിയിലെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ല. എങ്കിലും പൊതുവെ ഹൈക്കോടതി അത് മുഖം നോക്കാതെ നടപടിയെടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് SIT ഹൈക്കോടതി അറിയിച്ചത്. അതുകൊണ്ട് ഇനിയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തികൾ പലരും ഇതിനകത്ത് അറസ്റ്റിലേക്ക് വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.